ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ PSC. ഇന്ന് നടന്ന പിയൂൺ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയേത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓപ്ഷൻ സി 9 × 6 54 ശരിയായത്. ബാക്കിയുള്ളത് വെറുതെ ഒന്ന് നോക്കാം. 12 + 15 27 ആൻസർ. ഇവിടെ കൊടുത്തിട്ടുള്ളത് 37 തെറ്റാണ്. 25 - 7 18 ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 19. അപ്പോൾ ഇതും തെറ്റാണ്. 8/2 4 ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 5. അപ്പോൾ ഇത് തെറ്റാണ്. 9 × 6 54 അത് കറക്റ്റാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 20ൻ്റെയും 30ൻ്റെയും ഉസാഖ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണ്? സൊല്യൂഷൻ 20 30 LCM = LCM മെത്തേഡ് യൂസ് ചെയ്യുക. 20 30. അപ്പോൾ ഇവിടെ 10 കൊണ്ട് 10 2 20 10 3 30. ഇനി ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ. അപ്പോൾ ഇവിടെ ലസാഗു 10 × 2 × 3 60 ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 3 4 ഭാഗം എത്രയാണ്? സൊല്യൂഷൻ 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 8 × 4 3 2 ആൻസർ ഓപ്ഷൻ ബി. ഇനി ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. ഒരു എക്സാമ്പിൾ പറയാം. 8ൻ്റെ 2 ഭാഗം 8ൻ്റെ 2 ഭാഗം, അതായത് 8ൻ്റെ 2 ഭാഗം എന്ന് പറയുമ്പം 8നെ ആദ്യം 2 ഭാഗിക്കുക. 8നെ 2 ഭാഗിക്കുമ്പം 4 + 4 ഇതാണ് 8. അപ്പോൾ 2 ഭാഗം എന്ന് പറയുമ്പോൾ 4. 2 ഭാഗം എന്ന് പറയുമ്പോൾ അത് 4 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് 8 × 2 ചെയ്താൽ മതി. അപ്പം 4 കിട്ടും. അതുപോലെയുള്ളൂ ഇതും. 3 8ൻ്റെ 4 ഭാഗം എന്ന് ചോദിച്ചാൽ 3 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ചോദ്യം, 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? സൊല്യൂഷൻ 726/100 ചെയ്താൽ മതി. 726/100 7.26 ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 8² + 9² വില കാണുക. സൊല്യൂഷൻ 8² + 9². 8² 64 + 9² 81. 64 + 81 145. 145 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? സൊല്യൂഷൻ 6 കളികളുടെ ശരാശരി സ്കോർ 18. അടുത്ത കളിയിൽ 25 പോയിൻ്റ് എടുത്തു. അതായത് നെക്സ്റ്റ് ഗെയിമിൽ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 7 കളികളുണ്ട്. 7 കളികളുടെ ടോട്ടൽ എടുക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയ ശരാശരി. ഓക്കെ. അപ്പോൾ ഇവിടെ 6 കളികളുടെ ടോട്ടൽ 6 × 18 108. 7 കളികളുടെ ടോട്ടൽ 7 കളികളുടെ ടോട്ടൽ നെക്സ്റ്റ് ഗെയിമിൽ 25 പോയിൻ്റാണ് കിട്ടിയത്. അപ്പോൾ 7 കളികളുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 108 + 25 133 7 കളികളുടെ ടോട്ടൽ. അപ്പോൾ പുതിയ ശരാശരി ന്യൂ ആവറേജ് = 133/7 19 ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, √64 + √100 വില എന്ത്? സൊല്യൂഷൻ √64
പ്ലസ് √100 ഈസ് ഈക്വൽ ടു √64 8 പ്ലസ് √100 10 ഈസ് ഈക്വൽ ടു 8 + 10 18. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയാണ്? സൊല്യൂഷൻ. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനം പി പെർസെൻറ്റേജ്, പി പ്രോഫിറ്റ് ലാഭം, സി പി കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. ഇവിടെ വാങ്ങിയ വില വിറ്റ വില തന്നിട്ടുണ്ട്. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1200 രൂപ, വിറ്റ വില സെല്ലിംഗ് പ്രൈസ് SP 1500 രൂപ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് പി ഈസ് ഈക്വൽ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 1500 മൈനസ് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1200 ഈസ് ഈക്വൽ ടു 300 രൂപയാണ് ലാഭം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 1200 ഇൻറ്റു 100. %25 ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. സൊല്യൂഷൻ. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ കോണിൻ്റെ അളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുകളുടെ ആകെത്തുക 180 ഡിഗ്രിയാണ്. അതായത് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ ഈ ഉള്ളിലത്തെ കോണുകളുടെ തുക ഒരു ട്രയാങ്കിളിൻ്റെ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി എന്ന്. ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇത് കണ്ടുപിടിച്ചാലേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതാ ഇവിടുത്തെ ഈ പുറത്തെ ആംഗിൾ 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതൊരു സർക്കിളിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് ഇത്രയെന്ന് പറയുന്നത് ഇത് ഇത്രയും 180 ഡിഗ്രിയാണ്. സർക്കിൾ മുഴുവൻ 360 ഡിഗ്രിയാണ്. സർക്കിളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അത് 180 ഡിഗ്രി വരും. അപ്പം ഇത് ഇത്രയും 180 ഡിഗ്രിയാണ്. ഇവിടെ ഈ ഒരു ആംഗിൾ 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പോൾ ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളിൻ്റെയും കൂടെ ടോട്ടൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് 180 ഡിഗ്രി മൈനസ് ഈ 60 പ്ലസ് 50 ഡിഗ്രി, 60 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 50 110. 70 ഡിഗ്രിയാണ് ആൻസർ. ഇവിടെ വരേണ്ടത് 70 ഡിഗ്രിയാണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? സൊല്യൂഷൻ. വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇവിടെ ദൂരം ഈസ് ഈക്വൽ ടു 45 കിലോമീറ്റർ, സമയം ഈസ് ഈക്വൽ ടു 3 മണിക്കൂർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേഗത സ്പീഡ് s ഈസ് ഈക്വൽ ടു 45/3 15 km/h. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വില കാണുക. 5 + 3/2 + 4 സ്ക്വയർ
സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുക. 5 + 3 / 2 + 4². കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിൽ ഉള്ളിലെ കാൽക്കുലേഷനാണ്. അപ്പോൾ ഇവിടെ 5 + 3 8 വരും. അപ്പോൾ ഈ ബ്രാക്കറ്റ് അങ്ങ് ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പോയി കിട്ടും. അപ്പോൾ ഇവിടെ 5 3 8 ബ്രാക്കറ്റ് പോയി. അപ്പോൾ ഇത് 8/2 + 4² എന്നായി. ഇനി ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. 8/2 4 + 4². ഇനി ഇവിടെ ചെയ്യാനുള്ള കാൽക്കുലേഷൻ അഡീഷനാണ്. 4 + 4². 4 + 4² 16. 4 + 16 20. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 2 6 12 20 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. 2 6 12 20. അപ്പോൾ ഇവിടെ 2 4 6. 2 + 4 6. 6 + 6 12. 12 + 8 20. അപ്പോൾ ഇവിടെ ആദ്യം 4 കൂട്ടി 6 കൂട്ടി 8 കൂട്ടി. അപ്പോൾ ഇനി ഇവിടെ 8 കഴിഞ്ഞാൽ 10 കൂട്ടേണ്ടത്. അതായത് 4 2 6, 6 2 8. 8 കഴിഞ്ഞാൽ പിന്നെ 8ൻ്റെ കൂടെ 2 കൂട്ടുന്നത്. 8 2 10. അപ്പോൾ ഇവിടെ 20ൻ്റെ കൂടെ കൂട്ടേണ്ടത് 10. 20ഉം 10ഉം 30. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. സൊല്യൂഷൻ. അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ ആ സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമായിരിക്കും. ഓക്കെ, ഒന്നൊരു ഭാജ്യസംഖ്യയോ അഭാജ്യ സംഖ്യയോ അല്ല. ഈ 2 പോയിൻറ്റ്സ് ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ 2 3 5 6. ഇവിടെ 2 3 5 അഭാജ്യസംഖ്യകളാണ്. 6 ഒരു ഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഇതല്ല ആൻസർ. ഓപ്ഷൻ ബി 1 7 11 13. ഇവിടെ ഒന്നൊരു ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. 7 11 13 അഭാജ്യസംഖ്യകളാണ്. പക്ഷേ ഇവിടെ 1 ഒരു ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. അപ്പോൾ ഇതുമല്ല ആൻസർ. അടുത്തത് ഓപ്ഷൻ സി 2 3 5 11. ഈ 4 സംഖ്യകളും അഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയിൽ 4 6 8 9. ഈ 4 സംഖ്യകളും ഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഇതുമല്ല ആൻസർ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? പൂർണ്ണസംഖ്യ, എണ്ണൽ സംഖ്യ, രേഖീയ സംഖ്യ. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. അതായത് 0 ഒരു പൂർണ്ണസംഖ്യയാണ്, രേഖീയ സംഖ്യയാണ്, എണ്ണൽ സംഖ്യ അല്ല. ഓക്കെ, അതായത് ഒരു എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ 1ലാണ് തുടങ്ങുന്നത്. 1 2 3 എക്സെട്ര. 0 ഒരു എണ്ണൽ സംഖ്യയാണോ അല്ലയോ എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട് ചിലർക്ക്. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് 1ലാണ്. അപ്പം ഒരു സാധനം എണ്ണിയെടുക്കാൻ പറഞ്ഞാൽ ആദ്യം 0ലാണോ 1ലാണോ തുടങ്ങുന്നത്? എണ്ണിയെടുക്കാൻ പറഞ്ഞാൽ 1ലാണ് തുടങ്ങുന്നത്. 1 2 3 അങ്ങനെയല്ലേ എണ്ണി തുടങ്ങുന്നത്. അപ്പം എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പം 1ലാണ് തുടങ്ങുന്നത്. അങ്ങനെ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 0 ഒരു എണ്ണൽ സംഖ്യയാണോ? അല്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി 0 ഒരു പൂർണ്ണസംഖ്യയാണ്. കാരണം പറയാം. അതായത് പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകളും അവയുടെ നെഗറ്റീവ് സംഖ്യകളും 0ഉം ഉൾപ്പെടുന്ന സംഖ്യാഗണമാണ് പൂർണ്ണസംഖ്യകൾ. ഓക്കെ, ഉദാഹരണം പറയാം. -3 -2
-1, 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഇവിടെ 0 ഒരു പൂർണ്ണസംഖ്യയാണ്. ഓക്കെ. അടുത്തത് 0 ഒരു രേഖീയ സംഖ്യയാണ്. രേഖീയ സംഖ്യ എന്ന് വെച്ചാൽ രേഖയിലുള്ള സംഖ്യകൾ, അതായത് രേഖ എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മധ്യഭാഗത്ത് എന്തായാലും 0 ആയിരിക്കും വരുന്നത്. അതിൻ്റെ വലത് ഭാഗത്ത് പോസിറ്റീവ് സംഖ്യകളും വരും, ഇടത് ഭാഗത്ത് നെഗറ്റീവ് സംഖ്യകളും വരും. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ രേഖയിലുള്ള ഒരു സംഖ്യയാണ് 0. അപ്പോൾ 0 ഒരു രേഖീയ സംഖ്യയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. സൊല്യൂഷൻ: ഒറ്റയാനെ കണ്ടെത്തുന്നത് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കിയുള്ള എല്ലാ സംഖ്യകൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആ പൊതു സ്വഭാവമില്ലാത്ത സംഖ്യയാണ് ഒറ്റയാൻ. അപ്പോൾ ഇവിടെ 36 6ൻ്റെ സ്ക്വയറാണ്, 25 5ൻ്റെ സ്ക്വയറാണ്, 49 7ൻ്റെ സ്ക്വയറാണ്. 28 ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല. അപ്പോൾ ഈ 4 സംഖ്യകളിൽ 3 സംഖ്യകൾ സ്ക്വയർ നമ്പേഴ്സാണ്. 28 ഒരു സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ 28 ആണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. TCROPROTAR. സൊല്യൂഷൻ: ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേര് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചല്ലാതെ എഴുതിയിരിക്കുന്ന വേർഡ്സ് ആദ്യം മാറ്റാം. അതെന്തായാലും വരത്തില്ലല്ലോ, കാരണം ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം ആ ഉപകരണത്തിൻ്റെ പേര് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ പാരലലിനകത്ത് എല്ലുണ്ട്. എല്ല് ഈ തന്നിട്ടുള്ള അക്ഷരത്തിനകത്തില്ല, അപ്പോൾ പാരലൽ അല്ല. കാൽക്കുലേറ്ററിനകത്തും എല്ലുണ്ട്, എല്ല് ഈ തന്നിട്ടുള്ള അക്ഷരത്തിനകത്തില്ല, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്ററും അല്ല. അടുത്തത് ഗ്രാഫിനകത്ത് ജി ഉണ്ട്, ജി തന്നിരിക്കുന്ന അക്ഷരങ്ങളിലില്ല, അപ്പോൾ ജിയും അല്ല, ഗ്രാഫും അല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി പ്രൊട്രാക്ടറാണ്. ഇനി അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രൊട്രാക്ടറിനകത്ത് പി ഇവിടെയുണ്ട്, ആറുണ്ട്, ഓയുണ്ട്, ടി ഉണ്ട്, ആറുണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ടി ഇനിയുണ്ട്, ഓയുണ്ട്, അടുത്തത് ആറ്, ഇനിയും ആറുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടറാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകൻ്റെ വയസ്സ് എത്ര? സൊല്യൂഷൻ: സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. അപ്പോൾ മകൻ്റെ വയസ്സ് എക്സ് ആയിട്ട് എടുക്കാം. മകൻ്റെ വയസ്സ് എക്സ്. അപ്പോൾ സീതയുടെ വയസ്സോ? സീതയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമാണ്. അപ്പോൾ സീതയ്ക്ക് 3x വയസ്സായിരിക്കും. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 അതായത് x + 3x 60. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും മകൻ്റെ വയസ്സ്. അപ്പോൾ ഇത് x + 3x 4x, 4x = 60. therefore x = 60/4 15. അപ്പോൾ x 15 ആണ്. x ആണ് മകൻ്റെ പ്രായം. മകൻ്റെ പ്രായം 15 വയസ്സ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM
അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്ര? സൊല്യൂഷൻ 10 AM സ്റ്റാർട്ട് ചെയ്ത് 1 PM ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ 10 1 11, 11 1 12, 12 1 1, ടോട്ടൽ 3 മണിക്കൂറാണ് യാത്രക്കെടുത്ത സമയം. ആൻസർ ഓപ്ഷൻ ബി. ഇതിങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി ഇത് കറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് പറയാം. അതായത് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം ക്ലോക്ക് 24 അവർ ക്ലോക്കായിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. 24 അവർ ക്ലോക്ക്. ഒരു 24 അവർ ക്ലോക്കിൽ 12 AM 12 AM എന്നുള്ളത് 0 മണിയായിരിക്കും. അതുപോലെ 1 AM 1 മണിയായിരിക്കും, 2 AM 2 മണിയായിരിക്കും. അങ്ങനെ വരും. അങ്ങനെ 12 PM ആകുമ്പോൾ അത് 12 മണിയായിരിക്കും. 1 PM ആകുമ്പം 13 മണിയായിരിക്കും. 2 PM ആകുമ്പം 14 മണി. അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഇവിടെ 10 AM യാത്ര തിരിച്ച് 1 PM ലക്ഷ്യസ്ഥാനത്തെത്തി. അതായത് 10 മണിക്ക് യാത്ര തിരിച്ച് 13 മണിക്കാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അപ്പം എത്ര മണിക്കൂർ എടുത്തു എന്ന് ചോദിച്ചാൽ 13 - 10 3 മണിക്കൂർ. ഇങ്ങനെയാണിത് കറക്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ആദ്യം പറഞ്ഞതുപോലെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചോദ്യം 2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? സൊല്യൂഷൻ 2 × 10 ചെയ്താൽ മതി. 2 × 10 15. ആൻസർ ഓപ്ഷൻ സി. എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? സൊല്യൂഷൻ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എമ്മും എന്നും ആണെങ്കിൽ ടോട്ടൽ T = M + N - 1. അതായത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അതായിരിക്കും ടോട്ടൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട്, മുന്നിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, പിന്നിൽ നിന്നുള്ള പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടോട്ടൽ T 65, ഒരു പൊസിഷൻ അത് 37 ആയിട്ട് എടുക്കുക, മറ്റേ പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 65 = 37 പ്ലസ് മറ്റേ പൊസിഷൻ എക്സ് ആയിട്ട് എടുക്കാം -1. അപ്പോൾ ഇവിടെ 65 = 37 - 1 36 പ്ലസ് എക്സ്. ദെർഫോർ എക്സ് = 65 - 36 = 29. സിദ്ധാർത്ഥിൻ്റെ റാങ്ക് പിന്നിൽ നിന്നും 29ആണ്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്